വണ്ടി എടുത്തത്. ഇപ്പൊ അറിയണം, നേരം വെളുത്തപ്പോൾ ഞാൻ എന്റെ വണ്ടി അന്വേഷിച്ചിറക്കുക. ആശാന് എവിടുന്ന് വരുന്നു? നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല. പിന്നെ എനിക്കറിയാവും. രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിങ്കര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7ാമത്തെ ഷാപ്പായത്. ആരാ എന്റെ വണ്ടി എടുത്തത്? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിലെന്താ കാര്യം? എടാ മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ള് ഷാപ്പിലല്ലാതെ പിന്നെ ബാർബർ ഷാപ്പിലാവണാ പോകുന്നത്. എന്റെ ചോറ എന്റെ വണ്ടി. എന്റെ വിഷമം നിനക്കൊന്നും മനസ്സിലാവൂല. ഒരു കുപ്പി കള്ള് വാങ്ങിച്ചാടാ പ്ലീസ്. കൊച്ചുട്ടി, ഒരു കുപ്പി കള്ള് പറയടാ. ആശാന്റെ പറ്റില്ല എഴുതിക്കോ. ആശ അവിടെ ഇരിക്കേ. കുടുംബത്തിൽ പറഞ്ഞവര് ഈ നാട്ടിലുണ്ടടാ. പോടാ ചേറ്റേ. വളരെ ഉപകാരം കേട്ടോ. നാളെ കഴിഞ്ഞെങ്കി വരില്ലേ? പോണതിന് മുമ്പ് കാണണം. പറ്റേ? ശരി. ആശാനെ, ആശാനെ, ഇല്ല. ചാണ്ടിക്കുഞ്ഞാശാനെ. ചാണ്ടിക്കുഞ്ഞാശാൻ ഇവിടെ ഇല്ല. വണ്ടിയുടെ താക്കോല്. വണ്ടിയോ? വണ്ടിയുടെ താക്കോൽ ചുമ്മാ വണ്ടി ഞാൻ വിറ്റു. ഇതെന്തൊരു കഷ്ടമാ നോക്കണേ. അതെ, താക്കോല് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഇടൂ. ഒരു കുപ്പി വേണോ? കുടിച്ചോ. ആവശ്യമില്ല. ആശാനെ അങ്ങ് പറഞ്ഞു വേണ്ട. ഇനി ചോദിച്ചാ കൊടുക്കല്ലേ? ചോദിച്ചാ കൊടുക്കാല്ലോ. പിന്നെ താൻ അവിടെ ഇരുന്നോ. ഗുരുവായൂർ പോവാന്ന് എന്റെ ശിഷ്യൻ. അവൻ വണ്ടിയും കൊണ്ടുപോയി ഒരുപ്പോക്ക് പോയി ചത്തു. ഞാനിപ്പോ നല്ല സ്റ്റഡിയായി അല്ലേ ആശാനെ? ഇല്ല, നീ തീരെ സ്റ്റഡിയായിട്ടില്ല. ആയി ആശാനെ. ഇല്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ ക്ലച്ച് ഇടുന്നു, റിവേഴ്സിൽ പോകുന്നു, ഗിയർ മാറുന്നു. ഇനിയിപ്പോ എന്താ സ്റ്റഡിയാവാനുള്ള? സ്റ്റഡിയാവാനുണ്ട്. എന്ന് പറഞ്ഞാലേ ആശാന്റെ ഫീസും എന്റർടൈൻമെന്റ് ടാക്സും ഒക്കെ തന്ന് ഞാൻ സ്റ്റഡി ആവുമ്പോഴേക്ക് ഞാൻ കുത്തുവാള എടുക്കും. എടാ, ഒരു തൊഴിലായിട്ട് പഠിക്കുമ്പോ ചിലപ്പോ കുത്തുവാള എടുക്കേണ്ടി വരും. എന്നെ പഠിപ്പിക്കാൻ വരും. Ready? ആശാനതൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് വീണ്ടുള്ള നല്ല പ്രാക്ടീസ്. നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞതാ നീ ശരിയല്ല. ഇപ്പൊ മനസ്സിലായി. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. വാളുകത്തി, കറിക്കത്തി, വാക്കത്തി, പിച്ചാത്തി, വട്ടമുന, കൊച്ചുപിച്ചാത്തി, തൂമ്പ, ഇലവെട്ടി. കൊച്ചുപിച്ചാത്തി, വട്ടമുന, വാളുകത്തി, തൂമ്പ. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വൻപിച്ച റിഡക്ഷൻ സെയിൽ. കൊച്ചുപിച്ചാത്തി, തൂമ്പ, വട്ടമുന. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. കൊച്ചുപിച്ചാത്തി, തൂമ്പ, വാളുകത്തി. എടാ, നിന്നോടാ പറഞ്ഞു ബില്ലിനെ ബാധിക്കുന്ന പന്നി പാറ്റികളെ. ഇലവെട്ടി 15 രൂപയ്ക്ക് ഇലവെട്ടി വേണോ?
വൻപിച്ച റിഡക്ഷൻ സെയിൽ കത്തികൾക്ക് ഇവന്റെ ദുബായ് പോക്ക് മുടങ്ങി ഇവൻ തെണ്ടി കുത്തുവാളെടുത്ത് തെണ്ടുന്നത് എന്റെ കൺകുറുക്കെ കാണിക്കണേ. ദേവി ഭുവനേശ്വരി മഹാമായേ. റിഡക്ഷൻ സെയിൽ എന്താ സാർ? മംഗലത്ത് ഇറവാടിന്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലോ സാറിന്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്ചൂർ ആവുന്ന തീയതി വരെ. ഇനി എന്റെ പ്രോഗ്രാം കൊണ്ട് എടുത്ത് വല്ല പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അവന്റെ ഒരു ദുബായ് പോക്ക്. എന്റെ ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കത്തിയെല്ലാം ചുളുവിലയ്ക്ക് പോയി. ഇവനിനി കുത്തുവാള. എന്തായാലും നീ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ ഇൻസ്പെക്ടറോട് പോവാൻ പറ. ഞാൻ കാരണം അമ്മ വിഷമിക്കരുത്. ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. ഉള്ളതെല്ലാം വിറ്റിട്ടാ ബാലയെ സംഘടിപ്പിച്ചത്. ഇനിയിപ്പോ ഉത്സവ സീസൺ വരാതെ ഒരു രക്ഷയില്ല. അപ്പ കൊടുത്താൽ മതിയാവോ? അപ്പോ ഉസ്മാൻ അവിടെ കൂലിപ്പണിയാ. അയാള് പറഞ്ഞാലൊന്നും ഏജന്റ് സമ്മതിക്കുകയില്ലെന്നാ അബൂക്ക പറഞ്ഞത്. 4-5 ദിവസം പൈസ കൊടുത്തില്ലെങ്കിൽ വിസ പോകും. എന്റെ വീട് ഒറ്റ കൊടുക്കാന്ന് വെച്ചാ അതിന്റെ ആധാരം സുരേഷ് മോലാളിയുടെ കയ്യിലാ. കുടിയടപ്പല്ലേ, ചോദിക്കാൻ ഒക്കുവോ? വണ്ടി വേണേ വിൽക്കാം. ഒരു 10-15 രൂപ കിട്ടും. പക്ഷെ അതോടെ എന്റെ കഞ്ഞിപൊടി കിട്ടും. വേണ്ട ആശാനെ, എനിക്ക് വേണ്ടി നിങ്ങളല്ല എന്തിനാ ബുദ്ധിമുട്ടുന്നത്. ഞാൻ പറഞ്ഞ നേരാ, എനിക്ക് പോണ്ട. അപ്പോ അമ്മ എന്താ എന്താ അമ്മേത്? 10,000 രൂപയുടെ. എന്റെ കയ്യിൽ എവിടുന്നാ കാച്ചെന്നായിരിക്കും. റൈസ് മിൽ പണയപ്പെടുത്തി. അയ്യോ, അത് വേണ്ടായിരുന്നമ്മേ. മരിച്ചു കഴിയുമ്പോൾ റൈസ് മിൽ എടുത്തുകൊണ്ട് മണ്ണിനടിയിൽ പോകാൻ ഒക്കില്ലല്ലോ. ഒരു നല്ല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ആശ കൊണ്ടാ. വിസയുടെ കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഗുരുവായൂർ പോയി തൊഴുതിട്ട് വാ. പ്രസാദം കൊണ്ടുവരണേ. ആശാനെ, ഇത് അടിച്ചല്ലോ മോനെ. എല്ലാം ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമാ. ആശാനെ, എനിക്ക് വണ്ടി ഒന്ന് വേണം. ഗുരുവായൂർ പോവാനാ. വണ്ടി ആ. എങ്ങനെ കൊണ്ടു? കെട്ടി ഓടിച്ചോട് പോവോ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അപ്പൊ എനിക്ക് അവിടെ ഓടിക്കാമല്ലോ. അത് വേണോ? ഞാനിപ്പോ സ്റ്റഡി ആയില്ലേ ആശാനെ? നീ ശരിയായിട്ടില്ല. ശരിയായി ആശാനെ. ശരിയായിട്ടില്ല ഇവൻ. എന്റെ ആശാനെ ശരിയായി. എനിക്കറിയാം അവൻ ശരിയായിട്ടില്ല. ഓക്കെ ആശാനെ, ദുബായി പോയാലും ഞാൻ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കേണ്ടത്, അല്ലേ രാമൻകുട്ടി? പിന്നെ അതെ, എന്നാലും ഇത് ശരിയായിട്ടില്ല. സ്റ്റഡിയായി ആശാനെ. ശരിയായി ആശാനെ. ആശ കാണാഞ്ഞിട്ടാ. എന്നെ അല്ല കൂടുതൽ അല്ല, നിങ്ങൾക്ക്. അതെ ദേ, ആശാന്റെ അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റഡി ആയിക്കോളും. അത് ശരിയാ. ഏതായാലും ഈശ്വരകാരുണ്യപരമായ ഒരു കാര്യത്തിനല്ലേ. ഏ? ഏ? ആ